Next is 3 stages of heat treatment. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ 3 ഘട്ടങ്ങൾ. ഫസ്റ്റ് വൺ ഹീറ്റിംഗ്, സെക്കൻഡ് വൺ സോക്കിംഗ് ആൻഡ് ലാസ്റ്റ് വൺ quenching. When the steel on being heated reaches the required temperature, it is held in the same temperature for a period of time. This allows the heating to take place throughout the section uniformly. This process is called soaking time. This depends upon the cross section of the steel, its chemical composition, the volume of the charge in the furnace, and the arrangement of the charge in the furnace. A good general gauge for soaking time in normal conditions is 5 minutes per 10 mm of thickness for carbon and low alloy steels, and 10 minutes per 10 mm of thickness for high alloy steels. When the steel on being heated reaches the required temperature, it is held in the same temperature for a period of time. നമ്മൾ സ്റ്റീൽ ഹീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്താണ്, അത് ആവശ്യമായ അത്രയും ടെമ്പറേച്ചറിൽ അത് ഹീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതേ ടെമ്പറേച്ചറിൽ ഒരു ലോങ് പീരിയഡിൽ കുറച്ച് സമയം തന്നെ അത് സെയിം ടെമ്പറേച്ചർ ഫോർ എ പീരിയഡ് ഓഫ് ടൈം, കുറച്ച് നേരം കൂടി സമയം കൂടി അത് അങ്ങനെ തന്നെ ഇടുന്നു. ദിസ് അലൗസ് ദി ഹീറ്റിംഗ് ടു ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ സെക്ഷൻ യൂണിഫോമിലി. ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് എന്തിനനുവദിക്കുന്നു? ദിസ് അലൗസ് ദ ഹീറ്റിംഗ് ടു ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ സെക്ഷൻ യൂണിഫോമിലി. ആ ഒരു സെക്ഷനിൽ മുഴുവനും ഒരേപോലെ ഹീറ്റ് ആവുന്നതിന് ഇത് ഈ സംഭവം അങ്ങനെ സംഭവിക്കുന്നു, ഇത് അനുവദിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സോക്കിംഗ്. ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഈ പ്രോസസ്സിനെയാണ്, ഈ പ്രക്രിയയാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റീല് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം ആ ഹീറ്റ് തന്നെ, ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ അത് അങ്ങനെ തന്നെ ഇടുന്നു. കുറേ സമയത്തേക്ക് അത് അതുപോലെ തന്നെ ആ ടെമ്പറേച്ചർ തന്നെ വിടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ഈ ഒരു സ്റ്റീലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഹീറ്റ് എത്തുന്നതിന്, ചൂടാവുന്നതിനും ഇത് കാരണമാവുന്നു, അല്ലെങ്കിൽ ഇത് അനുവദിക്കുന്നു. അങ്ങനെ ഇതിനെയാണ് നമ്മൾ സോക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോക്കിംഗ് ടൈം. ഈ സോക്കിംഗ് ടൈം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്റ്റീൽ. സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷനെയാണ് ഇത് ആശ്രയിക്കുന്നത്. സോക്കിംഗ് ടൈം എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ കെമിക്കൽ കോമ്പോസിഷൻ, ദ വോളിയം ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസ് ആൻഡ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസ്. അതുപോലെ വേറെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് കെമിക്കൽ ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ, ഈ സ്റ്റീലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ്റെ, അതായത് രാസമിശ്രിതം എന്തൊക്കെയാണ് അതിലടങ്ങിയിട്ടുള്ളത് അതിനെ ആശ്രയിക്കുന്നു. ദെൻ ദ വോളിയം ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസ് ആൻഡ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസ്. വോളിയം ഓഫ് ദി ചാർജ് ഇൻ ദി ചാർജ് ചെയ്യുന്ന ഫർണസിൻ്റെ വോളിയം, ദ വോളിയം ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസ്. അതുപോലെ തന്നെ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസിലെ എന്താണ് അറേഞ്ച്മെൻറ്റ്, ഫർണസിലെ ചാർജിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിനെയും ഇത് ആശ്രയിക്കുന്നു. എ ഗുഡ് ജനറൽ ഗൈഡ് ഫോർ സോക്കിംഗ് ടൈം ഇൻ നോർമൽ കണ്ടീഷൻസ് is 5 minutes per 10 mm of thickness for carbon and low alloy steels, and 10 minutes per 10 mm of thickness for high alloy steels. അപ്പോൾ ഈ ഒരു സോക്കിംഗ് ടൈം,
അപ്പോൾ സോക്കിംഗ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രോസ് സെക്ഷനാണ്, സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷനാണ്. പിന്നെ അതുപോലെ കെമിക്കൽ കോമ്പോസിഷനെ ആശ്രയിക്കുന്നു. അതുപോലെ വോളിയം ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസ്, ഫർണസിൻ്റെ ചാർജിൻ്റെ വോളിയത്തെയും അത് ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ചാർജ് ഇൻ ദി ഫർണസിലുള്ള ചാർജിൻ്റെ അറേഞ്ച്മെൻറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി ഗുഡ് ജനറൽ ഗൈഡ് ഫോർ സോക്കിംഗ് ടൈം. ഒരു നല്ല ജനറൽ ഗൈഡ്, സോക്കിംഗ് ടൈമിൻ്റെ ഒരു ജനറൽ ഗൈഡ് എന്ന് പറയുന്നതാണ് ഇത് നോർമൽ കണ്ടീഷൻ, സാധാരണ കണ്ടീഷനിൽ അത് 10 മിനിറ്റ് പെർ ഓരോ അല്ലെങ്കിൽ 10 mm 5 മിനിറ്റ്സ് പെർ 10 ഓഫ് തിക്നെസ്. അതുപോലെ തന്നെ ഫോർ കാർബൺ തിക്നെസ്, കാർബണിന് ഓരോ 10 mm 5 മിനിറ്റ്. അതുപോലെ ലോ അലോയ് സ്റ്റീല് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ 5 മിനിറ്റ് പെർ 10 mm ഓഫ് തിക്നെസ് ഫോർ കാർബൺ ആൻഡ് ലോ അലോയ് സ്റ്റീൽസ്. കാർബണും അതുപോലെ ലോ അലോയ് സ്റ്റീലിനും 10 mm 5 മിനിറ്റ്, 10 mm തിക്നെസ് ആണെങ്കിൽ 5 മിനിറ്റ് സമയം മതി. ഇനി 10 മിനിറ്റ്സ് പെർ 10 mm ഓഫ് തിക്നെസ് ഫോർ ഹൈ അലോയ് സ്റ്റീൽസ്. അപ്പോൾ ഹൈ അലോയ് സ്റ്റീലിനാണെന്നുണ്ടെങ്കിൽ 10 mm തിക്നെസ്സിന് 10 മിനിറ്റ്, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സോക്കിംഗ് ടൈമിൻ്റെ കാര്യം ഓക്കെ. ഇനി ഹീറ്റിംഗ് സ്റ്റീൽ, ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെലക്ഷൻ ഓഫ് ദി ഫർണസ്. The fuel used for heating, the time interval and the regulation in bringing the part up to the required temperature. The heating rate and the heating time also depend on the composition of the steel, its structure, the shape and size of the part to be heat treated, etc. This depends upon heating steel. This depends on the selection of the furnace. Heating steel, അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫർണസിൻ്റെ സെലക്ഷനെയാണ്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെലക്ഷൻ ഓഫ് ദി ഫർണസ്. പിന്നെന്താ, ദ ഫ്യൂവൽ യൂസ്ഡ് ഫോർ ഹീറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽ, ഇന്ധനം. The time interval and the regulation in bringing the part up to the required temperature. The time interval, സമയ കാലയളവ്, അതുപോലെ തന്നെ regulation in bringing the part up to the required temperature. required ടെമ്പറേച്ചറിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ റെഗുലേഷൻ. പിന്നെ the heating rate and the heating time also depend on the composition of the steel. ഹീറ്റിംഗ് റേറ്റും അതുപോലെ ഹീറ്റിംഗ് ടൈമും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പോസിഷൻ ഓഫ് ദി സ്റ്റീൽ. സ്റ്റീലിൻ്റെ കമ്പോസിഷനെ എന്തൊക്കെയാണ് അത് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ മിശ്രിതം, സ്റ്റീലിൻ്റെ മിശ്രിതത്തിൽ ആശ്രയിക്കുന്നു. പിന്നെ ഇറ്റ് സ്ട്രക്ചർ, അതിൻ്റെ ഘടനയെ ആശ്രയിക്കുന്നു. ദ ഷേപ്പ് ആൻഡ് ദി സൈസ്, ഷേപ്പിനെയും അതിൻ്റെ സൈസിനെയും ആശ്രയിക്കുന്നു. സൈസ് ഓഫ് ദി പാർട്ട് ടു ബി ഹീറ്റഡ് ട്രീറ്റഡ് എക്സെട്ര. എന്താണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പാർട്ടിൻ്റെ സൈസ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ ആ സ്റ്റീലിൻ്റെ കോമ്പോസിഷൻ, ഇതിനെല്ലാമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹീറ്റിംഗ് ടൈം. ഹീറ്റിംഗ് ടൈമും ഹീറ്റിംഗ് റേറ്റും. അപ്പോൾ ഹീറ്റിംഗ് ടൈമും ഹീറ്റിംഗ് റേറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ മിശ്രിതം, അതിൻ്റെ ഘടന, അതിൻ്റെ ഷേപ്പ്, സൈസ് ഓഫ് ദി പാർട്ട് ടു ബി ഹീറ്റഡ്, ഏതാണ് ഹീറ്റ് ചെയ്യുന്നത് അതിൻ്റെ പാർട്ടിൻ്റെ സൈസ്. അപ്പോൾ ഈ ഒരു ഹീറ്റിംഗ് സ്റ്റീൽ എന്നൊരു ടോപ്പിക്കിൽ പറയുന്നതാണ് ഈ ഹീറ്റിംഗ് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഫർണസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ഫർണസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഇന്ധനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ ടൈം ഇൻ്റർവൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ റെഗുലേഷൻ ഓഫ് ബ്രിങ്ങിങ് ദ പാർട്ട് ഓഫ് ദി റെക്വയർഡ് ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ കൊണ്ടുവരാണ്ട് അതിൻ്റെ റെഗുലേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് ഹീറ്റിംഗ് സ്റ്റീൽ. ഇനി അടുത്തത് പ്രീ ഹീറ്റിംഗ്. എന്താണ് പ്രീ ഹീറ്റിംഗ്? പ്രീ ഹീറ്റിംഗ് അതായത് ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് പ്രീ ഹീറ്റിംഗ് ഉദ്ദേശിച്ചത്. സ്റ്റീൽ ഷുഡ് ബി പ്രീ ഹീറ്റഡ് at low temperature up to 600 degrees Celsius as low as possible. സ്റ്റീൽ ഷുഡ് ബി പ്രീ ഹീറ്റഡ്. സ്റ്റീൽ എന്ത് ചെയ്യണം, ഒരു പ്രീ ഹീറ്റ് ചെയ്യണം. എത്ര, ലോ ടെമ്പറേച്ചറിൽ ഒരു 600 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ചൂടാക്കണം. ആസ് സ്ലോലി ആസ് പോസിബിൾ, കഴിയാവുന്ന അത്ര സാവധാനത്തിൽ 600 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ചൂടാക്കണം. അതാണ് പ്രീ ഹീറ്റ്. ഇനി ക്വഞ്ചിങ് എന്ന് പറയുന്നത് എന്താ? ക്വഞ്ചിങ് ഡിപ്പെൻഡിങ് ഓൺ ദി സിവിയറിറ്റി ഓഫ് ദ കൂളിംഗ് റിക്വയർഡ്, ഡിഫറെൻറ്റ് ക്വഞ്ചിങ് മീഡിയ ആർ യൂസ്ഡ്.
ക്വഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ദി സീവിയറിറ്റി ഓഫ് ദി കൂളിംഗ് റിക്വയർഡ്. കൂളിങ്ങിൻ്റെ സീവിയറിറ്റി എത്രത്തോളം അത് കൂള് ചെയ്യണം, അതിൻ്റെ ആ ഒരു എത്ര കണ്ട് കൂൾ ചെയ്യണം, അതിനെ റിക്വയർ ഡിപ്പെൻഡ് ചെയ്യുന്നു ക്വഞ്ചിങ്. അതുപോലെ ഡിഫറെൻറ്റ് ക്വഞ്ചിങ് മീഡിയ ആർ യൂസ്ഡ്. ഏതൊക്കെ ക്വഞ്ചിങ് മീഡിയകളാണ് യൂസ് ചെയ്യുന്നത്, ഇതിനെല്ലാം ക്വഞ്ചിങ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കൂളിംഗ് എത്രത്തോളം വേണമെന്നും അതുപോലെ കൂളിംഗ് എത്രത്തോളം വേണമെന്നും അത് വ്യത്യസ്തമായ ക്വഞ്ചിങ് മീഡിയകൾ ഏതൊക്കെയാണ് അതിലാണ് ക്വഞ്ചിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്വഞ്ചിങ് മീഡിയ ആർ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്വഞ്ചിങ് മീഡിയകൾ ബ്രൈൻ സൊല്യൂഷൻ, വാട്ടർ, ഓയിൽ, എയർ, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്ന മീഡിയങ്ങൾ ക്വഞ്ചിങ്ങിന്. അത് തണുപ്പിക്കാൻ വേണ്ടി കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയ. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂൾ ചെയ്യണമല്ലോ, അങ്ങനെ കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയകളാണ് ബ്രൈൻ സൊല്യൂഷൻ. ഒരു ബ്രൈൻ സൊല്യൂഷൻ എന്നൊരു സൊല്യൂഷൻ ഉണ്ട്, അതിലിടാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വെക്കാം, വെള്ളത്തിലിട്ട് തണുപ്പിക്കാം, അല്ലെങ്കിൽ ഓയിലിൽ വെച്ച് തണുപ്പിക്കാം, അല്ലെങ്കിൽ എയറിൽ വിട്ട് തണുപ്പിക്കാം. ഇങ്ങനെ 4 രീതികളാണുള്ളത്. Brine solution gives a faster rate of cooling, while air cooling has the slowest rating of cooling. ബ്രൈൻ സൊല്യൂഷന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷേ എന്നാൽ എയർ കൂളിംഗ് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു കൂളിംഗ് തരുന്നുള്ളൂ. ബ്രൈൻ സൊല്യൂഷൻ അഥവാ സോഡിയം ക്ലോറൈഡ് ഗീവ്സ് സീവിയർ quenching because it has a higher boiling point than pure water, and the salt content removes the scales formed on the metal surfaces due to heating. This provides a better contact with the quenching medium and the metal being heat treated. ബ്രൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് നമുക്കൊരു നല്ല ഒരു വളരെ സീവിയർ ആയിട്ടുള്ള ഒരു ക്വെഞ്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം അതിനെന്താണ്, ഹയർ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് വെള്ളത്തിനേക്കാൾ. അതുപോലെ തന്നെ സാൾട്ട് കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ദ സ്കെയിൽസ് ഫോംഡ് ഓൺ ദി മെറ്റലിൽ ഫോം ചെയ്യുന്ന സ്കെയിൽസിനൊക്കെ അത് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ദീസ് പ്രൊവൈഡ്സ് എ ബെറ്റർ കോൺടാക്ട് വിത്ത് ക്വഞ്ചിങ് മീഡിയം ആൻഡ് ദി മെറ്റൽ ബീങ് ഹീറ്റ് ട്രീറ്റഡ്. ഇതെന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു കോൺടാക്റ്റ് ക്വഞ്ചിങ് മീഡിയത്തിൽ നല്ലൊരു കോൺടാക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ബെറ്റർ കോൺടാക്ട് വിത്ത് ക്വഞ്ചിങ് മീഡിയമായിട്ട് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺടാക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ദ മെറ്റൽ ബീങ് ഹീറ്റ് ട്രീറ്റഡ്. അതുപോലെ അതുപോലെ തന്നെ മെറ്റൽ ഹീറ്റ് ട്രീറ്റ് ചെയ്യപ്പെടുന്ന മെറ്റലിനും ബെറ്റർ കോണ്ടാക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി വാട്ടർ ഈസ് വെരി കോമൺലി യൂസ്ഡ് ഫോർ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ്. വാട്ടർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് പ്ലെയിൻ കാർബൺ സ്റ്റീലാണെങ്കിൽ വാട്ടറാണ് നമ്മളിവിടെ ക്വഞ്ചിങ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. വൈൽ യൂസിങ് വാട്ടർ ആസ് എ ക്വഞ്ചിങ് മീഡിയം ദ വർക്ക് ഷുഡ് ബി agitated. This can increase the rate of cooling. അപ്പോൾ നല്ല ഒരു വാട്ടർ ഉപയോഗിക്കുന്നത് വളരെ നല്ല ഒരു കൂളിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് കൂളിംഗ് കൂടുതൽ തരുന്നു, ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കൂളിംഗ്. ഇനി quenching oil used should be a low viscosity. quenching oil ഉപയോഗിക്കപ്പെടുന്ന quenching oil യൂസ്ഡ് ഷുഡ് ബി ഒരു ലോ വിസ്കോസിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ quenchingന് ഉപയോഗിക്കുന്ന ഓയിൽ. ഓർഡിനറി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. സാധാരണ ഉള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിക്കരുത്. ഓർഡിനറി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. സ്പെഷ്യൽ quenching ഓയിൽസ് വിച്ച് ക്യാൻ ഗിവ് റാപ്പിഡ് ആൻഡ് യൂണിഫോം കൂളിംഗ് വിത്ത് ലെസ് ഫ്യൂമിങ് ആൻഡ് റെഡ്യൂസ്ഡ് ഫയർ റിസ്ക്സ്. അപ്പോൾ സ്പെഷ്യൽ quenching ഓയിൽസ് ലഭ്യമാണ്. ഈ സ്പെഷ്യൽ quenching ഓയിൽസാണ് നമ്മൾ quenchingന് യൂസ് ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്യുന്നു, റാപ്പിഡായിട്ട് അതുപോലത്തെ യൂണിഫോം ആയിട്ടുള്ളൊരു കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു വിത്തൗട്ട് ഫ്യൂമിങ്. പുകയും മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫയർ റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ. കമേഴ്സിൽ അവൈലബിൾ. ഇതൊക്കെ കമേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓയിൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ അലോയ് സ്റ്റീൽസ് വെയർ ദ കൂളിംഗ് റേറ്റ് ഇസ് സ്ലോവർ ദാൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽ. ഓയിൽ എന്താണ് വൈഡ്ലി യൂസ്ഡ് ഫോർ അലോയ് സ്റ്റീൽസ്. അലോയ് സ്റ്റീൽസിന് വളരെ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഓയിൽ. അതുപോലെ വേർ ദ കൂളിംഗ് റേറ്റ് ഇസ് സ്ലോവർ ദാൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ്. അതിൽ കൂളിംഗ് റേറ്റ് വളരെ കുറവാണ് പ്ലെയിൻ കാർബൺ സ്റ്റീലിനേക്കാളും ഓയിൽ ഉപയോഗിക്കുന്നത്. കോൾഡ് എയർ ഈസ് യൂസ്ഡ് ഫോർ ഹാർഡനിങ് സം സ്പെഷ്യൽ അലോയ് സ്റ്റീൽസ്. കോൾഡ് എയർ, തണുത്ത എയർ ഹാർഡനിങ്, സ്പെഷ്യൽ അലോയ് സ്റ്റീൽസിൽ ഹാർഡനിങ്ങിന് യൂസ് ചെയ്യുന്നു.
Advantages. The following are the advantages of this type of hardening. The following are the advantages of this type of hardening. Hardening devices are brought to the workpiece. It is advantageous for large workpieces, short hardening time, great depth of hardening, a small distortion, and low fuel consumption. Disadvantages. The following are the disadvantages. Not suitable for small workpieces because of the danger of the hardening throughout. The workpieces must be stress relieved before hardening. Okay.